നമസ്കാരം. നമുക്കിന്ന് 3 ജ്യൂസ് പരിചയപ്പെടാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം മിക്സഡ് വെജിറ്റബിൾ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഇത് വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്, മിക്സഡ് വെജിറ്റബിൾ ജ്യൂസ്. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ്, ടൊമാറ്റോ, ബീട്രൂട്ട്, മിൻറ്റ്, ഇഞ്ചി, നാരങ്ങ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്താലും മതി. നമ്മളിപ്പം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാം. അതുപോലെ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിയുടെ തൊലി വേണമെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒരല്പം ചൂടുവെള്ളത്തിലിട്ട് തക്കാളിയുടെ തൊലി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസാണ്. നമ്മളിവിടെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെയാണ് ഇടുന്നത്. എല്ലാവർക്കും അറിയാം, സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ. അപ്പോൾ ഡെയിലി നമുക്ക് കുടിക്കാനും പറ്റിയ ഒരു ജ്യൂസാണിത്. വേനൽക്കാലത്ത് മാത്രമല്ല, അല്ലാത്തപ്പോഴും ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്. ഫുൾ ഫീൽ തരുന്ന ഒരു ജ്യൂസാണ്. പ്രത്യേകിച്ചും ഡയറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഒരു ജ്യൂസാണിത്. അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയുടെ അളവ് കുറച്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അത് ഇത്രയും എടുക്കണ്ട. പിന്നെ ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ചാട്ട് മസാല ചേർക്കുന്നുണ്ട്. ചാട്ട് മസാല ചേർക്കുന്ന കാരണം ഇതിലൊരു ചെറിയൊരു രുചിക്ക് ഒരു അല്പം കൂടുതൽ രുചിയൊക്കെ വരും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ. പിന്നെ എരിവിന് വേണ്ടി കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഇങ്ങനത്തെ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. സാധാരണ ഉപ്പ് ഇട്ടാലും മതി. ഇനി മധുരത്തിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ നമുക്ക് തേനോ അല്ലെങ്കിൽ പഞ്ചസാരയോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ ഒരു ഹെൽത്തിയർ വേർഷൻ ആയിരിക്കും അതിന് കിട്ടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നമ്മൾ സ്മൂതിക്കൊക്കെ അരയ്ക്കുന്നത് പോലെ വളരെ ഫൈനായിട്ട് അരച്ചെടുക്കുക. കാരണം നമ്മളിത് അരിക്കാതെയാണ് സെർവ് ചെയ്യുന്നത്. അരിക്കാതെ കുടിക്കുന്നതാണ് ഹെൽത്തി ഓപ്ഷൻ. അപ്പോൾ അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കുക. അതല്ല അരിച്ച് കുടിക്കണമെന്നുണ്ടെങ്കിൽ അരിച്ച് കുടിക്കുക. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഗ്ലാസ്സാണ്, അതിലാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് തണുപ്പിച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെയിലത്തു നിന്നൊക്കെ വരുമ്പോൾ കുടിക്കാൻ പറ്റിയ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഫുൾ ഫീൽ കിട്ടുന്ന ഒരു ജ്യൂസാണ്. വിശപ്പും ദാഹവും ഒക്കെ മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഈ ചൂടുകാലത്ത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ചേർക്കുന്ന വെള്ളം പോലെ ഇരിക്കും. കുറച്ച് ലൂസായിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ മധുരം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വീണ്ടും പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ തേനോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് പരിചയപ്പെടാം. ഇത് നമ്മൾ പച്ച മാങ്ങ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ജ്യൂസാണ്. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആംക പന്ന എന്ന് പറയുന്ന ഒരു ജ്യൂസാണ്. അപ്പോൾ പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടി ഞാനിവിടെ ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചസാരയോ അങ്ങനെ തേനോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ ശർക്കര ഒന്ന് അലിയിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് പൊടികളാണ്. ഇവിടെ ഇപ്പോൾ ചുക്കിൻ്റെ പൊടിയും ജീരകം വറുത്ത് പൊടിച്ചതും പിന്നെ ബ്ലാക്ക് സോൾട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ഫ്ലേവർ കൊടുക്കും ഈ ജ്യൂസിന്. ആദ്യം നമുക്ക് മാങ്ങ ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. അപ്പോൾ മാങ്ങയുടെ ഒരു കട്ടി അനുസരിച്ചിരിക്കും അത് വേവുന്നത്. ചിലപ്പോൾ ചിലതിനൊക്കെ 2 വിസിലൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. പക്ഷേ മാങ്ങ വെന്ത് പോയി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. മാങ്ങ നന്നായിട്ട് വേവണം. അപ്പോൾ ഇങ്ങനെ മാങ്ങ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിതൊന്ന് പൾപ്പാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് പരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മാങ്ങ കുറച്ച് കട്ടിയുള്ള മാങ്ങയാണ്. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ അരിഞ്ഞ് എടുത്തുകൊണ്ട് വരുന്നത്. അല്ലാതെ നല്ല കട്ടിയില്ലാത്ത ടെൻഡറായിട്ടുള്ള മാങ്ങയാണെങ്കിൽ അത് നമ്മൾ ആവി കയറുമ്പോൾ തന്നെ വെന്തോളും. അപ്പോൾ ഇതിനി ഇങ്ങനെ ഒന്ന് പൾപ്പാക്കി എടുക്കുക. നമ്മൾ വേവിച്ച വെള്ളം കുറച്ച് ബാക്കി കാണും, അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളം ഇച്ചിരി കൂടുതലിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതും ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. ഇത് മാത്രമല്ല, ഇത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സേവ് നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാം. ഏകദേശം ഒരാഴ്ചയോളം അത് അങ്ങനെ ഇരിക്കും. അപ്പോൾ വെയിലൊക്കെ വരുമ്പോൾ നമുക്കത് നല്ലതായിട്ടൊന്ന് കുടിക്കാൻ പറ്റും, അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ശർക്കരയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കര അരിച്ചെടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ശർക്കര ചേർത്തില്ലെങ്കിൽ തിളപ്പിക്കണം. നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് തിളപ്പിക്കേണ്ടി വരും. പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിത് ഈ ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് ഈ
ഇട്ട് കൊടുക്കുന്ന ഈ ജീരകത്തിൻ്റെയും ഈ ചുക്കിൻ്റെയും എല്ലാം നമുക്ക് ഫ്ലേവർ നമുക്ക് കിട്ടും. ഇതെല്ലാം വയറിന് വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പൊടികളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ സമ്മർ സീസണിൽ ഉണ്ടാക്കി നോക്കുക. നല്ല റീഫ്രഷ്മെൻറ്റ് തരുന്ന ജ്യൂസുകളാണ്. നമുക്കിപ്പോൾ മാങ്ങയുടെ സീസണാണ്. പച്ചമാങ്ങ അധികം ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി എടുത്ത് കുടിക്കാം. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ഞാനിപ്പം റോക്ക് സോൾട്ടും ബ്ലാക്ക് സോൾട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സാധാരണ സോൾട്ടും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമുക്കിതിൽ കിട്ടും. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നമുക്കിതൊന്ന് തണുപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇതിപ്പം ഞാൻ രാത്രിയിലാണ് ഉണ്ടാക്കിയത്. രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് തണുത്തിരിക്കും. അപ്പോൾ ഇത് സെർവ് ചെയ്യാൻ നേരത്ത് നമുക്കൊരു ചിൽഡ് ഗ്ലാസ്, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഗ്ലാസ് ഉണ്ടെങ്കിൽ അതെടുക്കുക. അതിനകത്തേക്ക് നമുക്ക് ഐസിട്ട് ഒന്നും കൂടി ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ തണുത്തതായിട്ട് കുടിക്കുന്നതാണ് വളരെ ടേസ്റ്റി. അപ്പോൾ വെയിലത്തു നിന്നൊക്കെ വരുമ്പോൾ കുടിക്കാൻ നല്ല ഒരു ജ്യൂസാണിത്. ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുക. ഇടയ്ക്കൊക്കെ നമുക്കിതുപോലെ ഇത് എടുത്ത് കുടിക്കാം. അപ്പോൾ ഇത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കും. നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, മറ്റേ ജ്യൂസിന് പറഞ്ഞ പോലെ തന്നെ, ഇതിൻ്റെയും മധുരം ചിലപ്പോൾ കൂടിയോ കുറഞ്ഞോ ഒക്കെ പോവും. അപ്പോൾ അത് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയോ തേനോ എന്തെങ്കിലും ശർക്കരയോ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മധുരത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാം, കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ജ്യൂസ് പരിചയപ്പെടാം. ഇത് നമ്മൾ ബാർലി കൊണ്ടുണ്ടാക്കുന്ന ഒരു ജ്യൂസാണ്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. ബാർലി എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, പനിയൊക്കെ വരുമ്പോൾ നമ്മളിതിൻ്റെ വെള്ളം കുടിക്കാറുണ്ട്. ബാർലി ഇൻസോളിബിൾ ആയിട്ടുള്ളതും സോളിബിൾ ആയിട്ടുള്ളതും ഒക്കെ ഡയറ്ററി ഫൈബറിൻ്റെ ഒരു റിച്ച് സോഴ്സാണ്. പൊട്ടാഷ്യം റിച്ച് ആണ്. ബാർലി കൊളസ്ട്രോൾ ഫ്രീ ആണ്. പിന്നെ ഡയബറ്റീസ് പേഷ്യൻസിനും നല്ലതാണ് ബാർലി, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ബാർലിക്കുണ്ട്. ഇൻറ്റസ്റ്റൈന് നല്ലതാണ്, കിഡ്നിക്ക് നല്ലതാണ്. അപ്പോൾ പനി വരുമ്പോൾ നമ്മൾ മെഡിസിനൽ പ്രോപ്പർട്ടീസ് കാരണമാണ് ബാർലി വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബാർലി പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഏകദേശം 1 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ബാർലി ഇട്ട് ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ബാർലി ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ഇത് നമ്മൾ തിളപ്പിക്കണം. എന്നാലേ ബാർലിയുടെ ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിൽ ഇറങ്ങി വരുള്ളൂ. ബാർലി മുഴുവനായിട്ട് ചേർത്താലും കുറച്ച് കൂടുതൽ നേരം, ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും നമ്മളിട്ട് വേവിക്കണം. എന്നാലേ ബാർലിയുടെ ഗുണങ്ങൾ ആ വെള്ളത്തിൽ ഇറങ്ങി വരുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. മധുരത്തിനായിട്ട് ഞാനിവിടെ സാധാരണ വൈറ്റ് ഷുഗർ തന്നെയാണ് ചേർക്കുന്നത്. ശർക്കരയോ അല്ലെങ്കിൽ തേനൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ സിറപ്പ് ഉണ്ടാക്കി ഇങ്ങനെ വയ്ക്കാം നമുക്ക്. ഇതും തണുത്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇതിൽ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നാരങ്ങ ആണ് ഇതിൽ ചേർക്കുന്നത് കുടിക്കാൻ നേരത്ത്. അപ്പോൾ ഇത് നേരത്തെ നാരങ്ങ ചേർത്ത് വെച്ചാൽ ഇത് കുറച്ച് കയ്പ്പുണ്ടാവും. നാരങ്ങ എന്തായാലും കയ്പ്പുണ്ടാവും. കുറച്ച് നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ സെർവ് ചെയ്യേണ്ട ഒരു സംഭവമാണ് നാരങ്ങ വെള്ളം. ഉണ്ടാക്കി വെച്ചാൽ കയ്പ്പുണ്ടാവും. അപ്പോൾ നാരങ്ങ വേണമെങ്കിൽ നമുക്ക് നാരങ്ങ ഈ തണുത്ത് കഴിയുമ്പോൾ നാരങ്ങയും കൂടെ ഇതിനകത്ത് പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു 4-5 നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഇത് സിറപ്പാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നാരങ്ങ നമ്മൾ കുടിക്കാൻ നേരത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുക നാരങ്ങ. അങ്ങനെ ഇത് കുടിക്കുമ്പോൾ നാരങ്ങ വെള്ളം കുടിക്കുന്ന പോലെ അതേ ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുന്ന. ബാർലി വെള്ളമാണെന്നുള്ളതൊന്നും ആർക്കും മനസ്സിലാവില്ല. പ്രത്യേകിച്ച് ഇത് കുട്ടികൾക്ക് കൊടുത്തു നോക്കുക. നാരങ്ങ വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് ചിൽ ചെയ്തിട്ട് ഇതുപോലെ ഐസ് ക്യൂബ്സും മിൻറ്റ് ലീഫും ഒക്കെ ഇട്ടിട്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വേറൊന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമുക്കിതിനകത്ത് സബ്ജ സീഡ്സ് അത് കുതിർത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ സബ്ജ സീഡ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അപ്പോൾ സബ്ജ സീഡ്സ് ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ജെറാനാസ് കിച്ചൺ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ജെറാനാസ് കിച്ചൺ. ബൈ ബൈ. താങ്ക് യു.